ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജാങ്കോയ്ക്കകത്ത് മോഡൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്കകത്ത് MVT മോഡലിനെ പറ്റി സംസാരിച്ചപ്പോൾ നമ്മൾ ഈ ജാങ്കോയ്ക്കകത്ത് മോഡൽസ് എന്തുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജാങ്കോയ്ക്കകത്ത് ഡേറ്റാബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ബ്ലോഗ് ആപ്പിന് മോഡൽസ് നമ്മുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ട്യൂട്ടോറിയൽ സീരീസ് വളരെ ലാഗ് അടിച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട്. സംഭവം നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ട് ഇത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഒരു കുറച്ച് അഡ്വാൻസ്ഡ് പ്രോജക്ട്സ് നമ്മളിനി ഈ ജാങ്കോയ്ക്കകത്ത് വരാൻ പോകുന്ന കൊമേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നമുക്കൊരിക്കലും അതിനകത്ത് ഈ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കാണത്തില്ല. നമ്മളിപ്പം നിങ്ങൾ ഈ ചാനലിനകത്ത് വന്നിട്ടുള്ള വേറെ പ്രോജക്ട്സ് നിങ്ങൾക്ക് കണ്ടാലറിയാം. നമ്മളൊരിക്കലും അതിനകത്ത് നമ്മൾ അതിൻ്റെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പ്രോജക്ട്സിനകത്ത്. പക്ഷെ നമ്മൾ ട്യൂട്ടോറിയലിനകത്താണ് അതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. പ്രോജക്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണ് എന്ത് ലോജിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതിൽ ബേസിക്സ് അറിയാത്തവർക്ക് അത് കാണുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷനൊക്കെ ബിൽഡ് ചെയ്ത് എന്ത് കോഡ് വന്നാലും നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് മോഡൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിനകത്ത് നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആപ്പിനകത്ത് models.py എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ആ ഫയലിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് നമുക്കിപ്പോൾ എന്തിന് ഒരു മിനിറ്റ് നമ്മളുടെ സെർവർ ഒന്ന് റൺ ചെയ്യാം. CD ബ്ലോഗ് പൈത്തൺ. എനിക്ക് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ ഇല്ല, എറർ വരും. പൈത്തൺ manage.py run server. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ ഈ ബ്ലോഗ് സെക്ഷൻ്റെ ഡേറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലോഗ്സിൻ്റെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ട കണ്ടന്റ്സ്, നമുക്കിവിടെ വരുന്ന ഡേറ്റ എല്ലാം ബാക്കെൻഡിൽ നിന്ന് നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അതിനൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാർഡ്സിനകത്ത് വന്നേക്കുന്നത് കാറ്റഗറി വന്നിട്ടുണ്ട്, ഈ വേൾഡ് എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈറ്റിൽ, പിന്നെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിൻ്റെ ലിങ്ക്, പിന്നെ ഒരു ഇമേജ്. നമുക്ക് തംബ്നെയിലായിട്ട് കൊടുക്കാൻ ഒരു ഇമേജ് വേണം. ഇത്രയാണ് നമുക്കിപ്പോൾ ഈ കാർഡ്സിനകത്ത് വന്നേക്കുന്നത്. മറ്റേ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ കണ്ടന്റ് പേജിൽ വരുന്നത് അതിൻ്റെ മെയിൻ കണ്ടന്റ് ടൈറ്റിലൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലോട്ട് വരാം. എന്തൊക്കെ ടേബിൾസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ടേബിൾസ് എന്തൊക്കെയാണെന്നാണ്. നമ്മൾ ബ്ലോഗ് അതിനകത്ത് നമുക്ക് മോഡൽ എന്ന് പറയുന്ന ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് പൈത്തണിൻ്റെ ബേസിക്സ് ആണ്. നമ്മൾ ഒരു ക്ലാസ്സിനെ എന്തിനാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളൊരു പ്രോഗ്രാമിങ്ങിൻ്റെ നോബ്സിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനിയും ഇതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് എഴുതിയ ആളുടെ പേരാണ്. നെയിം അസൈൻ നമുക്കത് കൊടുക്കാം. പിന്നെ നെയിം കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിൽ അസൈൻ. ടൈറ്റിൽ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഷോർട്ട് ഡിസ്ക് എന്ന് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമ്മളുടെ കണ്ടന്റാണ്. കണ്ടന്റ് നമുക്ക് കൊടുക്കാം. കണ്ടന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റഡ് തംബ്നെയിൽ കൊടുക്കാം. തംബ്നെയിൽ. പിന്നെ നമുക്ക് വേണ്ടത് ക്രിയേറ്റഡ്. ഓക്കെ, ഇത് ഇത്രയും നമ്മളുടെ ടേബിൾസ് ആണ്. നമ്മളിപ്പോൾ ജാങ്കോയ്ക്കകത്ത് ഈ മോഡൽസ് എന്ന് വെച്ചാൽ ടേബിൾസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേബിളിനകത്ത് എന്ത് ഡേറ്റയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനകത്ത് നമ്മളുടെ പേരാണ്. അതെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിങ്ങിനകത്ത് വരുമ്പോൾ ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ് ABCD, ആ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് നെയിമിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ ജാങ്കോ മോഡൽസ് ഫീൽഡ്സ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യാം. മോഡൽസ് ഫീൽഡ് ലിസ്റ്റ്. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽഡ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് വരുന്നുണ്ട്. ഈ ലിസ്റ്റിനകത്ത് നമുക്ക് വേണ്ട ഫീൽഡുകൾ, നമുക്കിപ്പം നമ്മൾ ക്യാരക്ടർ ഫീൽഡാണ്, നമുക്ക് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ
ഇതിനകത്ത് നെയിമിനകത്ത് നമുക്ക് വേണ്ടത്. നെയിം എന്ന് പറയുന്ന ടേബിളിൽ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യണം. നമുക്ക് ക്യാരക്ടർ കൊടുക്കാൻ പറ്റിയ ഒരു ഫീൽഡ്. അപ്പോൾ നമ്മളിവിടെ ക്യാരക്ടർ ഫീൽഡ് ഉണ്ട്. നിങ്ങൾ ഇതിൽ ഡൗട്ട് വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്യാർ ഫീൽഡ്. നമുക്കപ്പോൾ മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ്. ഓക്കെ, അതിനകത്ത് നമുക്കൊരു മാക്സ് ലെങ്ത് കൊടുക്കാം. ലെങ്ത് ഒരു 50 കൊടുക്കാം, 50 അല്ലെങ്കിൽ 100 കൊടുക്കാം. പിന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു സ്ട്രിങ് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടത് നമ്മളുടെ ക്യാരക്ടർ ഫീൽഡാണ്. കാരണം നമ്മൾ ഇതിനകത്ത് നെയിമായിട്ട് നമ്മളുടെ ടേബിളിൽ കൊടുക്കാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ജോയൽ തോമസ് നമ്മളൊരു പേര് ടൈപ്പ് ചെയ്യുന്നത്, അത് കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് നമ്മൾ 100 കൊടുത്ത് 100ൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് വരുന്ന ടൈറ്റിൽ നമുക്ക് ക്യാരക്ടർ ഫീൽഡ് തന്നെ കൊടുക്കാം. അപ്പോൾ അതിന് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് എന്നുള്ളത് നമുക്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വരുന്നത്, അത് നമുക്ക് സെയിം തന്നെ ക്യാർ ഫീൽഡ് തന്നെ മതി. അവിടെ നമുക്ക് കുറച്ച് ലെങ്ത് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. നിങ്ങളിത് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഡൗട്ട് അടിച്ചിരിക്കണ്ട. ഇപ്പോൾ കണ്ടന്റ് കൊടുക്കണം. കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈ ലെങ്ത് ഒന്നും ആവശ്യമില്ലാത്ത കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് വേണം. അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ടെക്സ്റ്റ് ഫീൽഡാണ്. ഇതിനകത്ത് നമുക്ക് ഈ പൈത്തണിനകത്ത് ആർക്സ് 1 ക്വാർക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചവർക്കറിയാം. ഇങ്ങനെ 2 ഡബിൾ സ്റ്റാർ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഫംഗ്ഷനകത്ത് അങ്ങനെ വരുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡേറ്റ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ കൊടുക്കാം. മോഡൽസ് ഡോട്ട് ടെക്സ്റ്റ് ഫീൽഡ്. ഇതിൽ നമുക്ക് മാക്സിമം ലെങ്ത് ഒന്നും കൊടുക്കണ്ട, കാരണം അത് നമ്മളുടെ ടെക്സ്റ്റ് ഫീൽഡ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ട തംബ്നെയിൽ. തംബ്നെയിൽ എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഇമേജ് ആണ് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇമേജുമായിട്ടുള്ളൊരു ഫീൽഡ് നോക്കണം. നമുക്ക് ഇവിടെ ഇമേജ് ഫീൽഡ് കിട്ടി. അപ്പോൾ നമ്മളവിടെ മോഡൽസ് ഡോട്ട് ഇമേജ് ഫീൽഡ് ടൈപ്പ് ചെയ്ത് നമുക്കപ്പം ഈ ഇമേജ് നമ്മൾ എങ്ങോട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് അതിനൊരു പാത്ത് കൊടുക്കണം. നമ്മളുടെ ഒരു ഡയറക്ടറി കൊടുക്കാം. നമുക്ക് അതിന് ഇമേജ് ഇവിടെ ബ്ലോഗ് ഇമേജസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ബ്ലോഗ് ഇമേജസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റഡ് അറ്റ്. അപ്പോൾ അത് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈം ഫീൽഡ് ഉണ്ട്. നമ്മളപ്പോൾ അവിടെ ജസ്റ്റ് മോഡൽസ് ഡോട്ട് ടൈം ഫീൽഡ് എന്ന് കൊടുക്കുക. ടൈം ഫീൽഡ്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോ നൗ ആഡ് എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്ത്, ഒരു പാരാമീറ്റർ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ അവിടെ ജസ്റ്റ് അതൊന്ന് ട്രൂ ആക്കി കൊടുത്താൽ മതി. ഓട്ടോ നൗ ആഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ആഡ് ചെയ്യും. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ ഇത്രയും എണ്ണത്തിൽ ഡൗട്ട് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. നെയിം ഒരു ക്യാരക്ടർ ആണ്. നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് കൂടുന്നതാണ് നെയിം. അപ്പോൾ അതിന് നമ്മൾ ക്യാർ ഫീൽഡ് കൊടുത്ത് ടൈറ്റിലും അതുപോലെയാണ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അതുപോലെയാണ്. കണ്ടന്റ് കുറച്ചുകൂടെ ലെങ്തി ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് കൊടുത്ത്. തംബ്നെയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇമേജ് ഫീൽഡ് ആണ് കൊടുത്തത്. നമുക്ക് ഇമേജ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ക്രിയേറ്റഡ് അറ്റ് ടൈം ആണ് വേണ്ടത്, അതുകൊണ്ട് ടൈം ഫീൽഡ് കൊടുത്ത്. എന്നിട്ട് നമുക്ക് ഇനി നമ്മളുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം നമ്മളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ മേക്ക് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യണം. അത് എൻ്റർ അടിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ ഇനിഷ്യലൈസ് ചെയ്യും. നമ്മളുടെ ബ്ലോഗിൻ്റെ ഈ മോഡൽ ഇനിഷ്യലൈസ് ചെയ്യും ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേക്ക് മൈഗ്രേഷൻസിനകത്ത് കാണിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു കമാൻഡും കൂടെ അടിക്കണം. പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ മൈഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡും കൂടെ അടിക്കണം. ഈ കമാൻഡും കൂടെ അടിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ കൺസർവർ നമ്മളിനി നമ്മളുടെ സെർവർ ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്കിനി നമ്മളുടെ അഡ്മിൻ പേജിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മളവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടേബിളും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ മോഡലിനെ നമ്മൾ അഡ്മിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമുക്കിവിടെ അഡ്മിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്നൊരു ഫയലും കൂടെ ഉണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ബ്ലോഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, അതിന് ഇമ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ ബ്ലോഗ് എന്നും കൂടെ അതിനെ രജിസ്റ്റർ ചെയ്യാം.
അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്ലോക്ക് ഹോമിൻ്റെ, അതായത് നമ്മുടെ ആപ്പിൻ്റെ മോഡൽസ് ആണ്, ഡേറ്റാബേസ് ആണ് ഇവിടെ വരുന്നത്. അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നെയിം ഇപ്പോൾ ഞാൻ ജോയൽ തോമസ് എന്ന് കൊടുക്കുന്നു. ടൈറ്റിൽ നമുക്ക് ജാങ്കോ കൊടുക്കാം. ജാങ്കോ. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ജാങ്കോ തന്നെ കൊടുക്കാം. കണ്ടന്റ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നമുക്കിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് അത്രയും പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇമേജ് ഫീൽഡ് കൊടുക്കാം. നമ്മൾക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജ് ഫീൽഡ് ഇവിടെ കൊടുക്കുന്നതിന് മുന്നേ നമ്മളുടെ ഇമേജസിനെ, നമുക്ക് ഈ ഡൈനാമിക്കലി വരുന്ന ഇമേജസിനെ സേവ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു വേ ഉണ്ട്. നമ്മളതിന് മീഡിയ എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു പാത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ ജസ്റ്റ് അഡ്മിനകത്തോട്ട് വന്നിട്ട് നമുക്ക് മീഡിയ റൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അസൈൻ മീഡിയ റൂട്ട് അസൈൻ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, ജാങ്കോ മീഡിയ URL. നമ്മളിവിടെ വന്ന് നമുക്കിവിടെ സ്റ്റാക്ക് ഓവർഫ്ലോയ്ക്കകത്ത് ഇത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മീഡിയ റൂട്ടും മീഡിയ URL കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് ഇവിടെ വന്ന് ഇത് രണ്ടും നമുക്ക് ആദ്യം കോപ്പി ചെയ്യാം. നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മീഡിയ എന്ന് മാത്രം കൊടുത്താൽ മതി. മീഡിയ റൂട്ട് മീഡിയ എന്ന് തന്നെ കൊടുത്താൽ മതി. മീഡിയ URL അങ്ങനെ തന്നെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ URL അതിനെ കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് വന്നിട്ട് നമ്മളുടെ ജാങ്കോയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിലോട്ട് വരണം. അതിലോട്ട് നമ്മൾ കയറിയിട്ട് താഴോട്ട് വരിക. ഓക്കെ, താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ മീഡിയ റൂട്ട് മീഡിയ URL നമ്മളുടെ URL ഫയലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മൾ ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുക. നമ്മളുടെ പ്രോജക്റ്റിന്റെ URLസിൽ വന്നിട്ട് നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ പ്ലസ് കഴിഞ്ഞിട്ടുള്ളത്, ഈ പ്ലസ് സ്റ്റാറ്റിക് തൊട്ടുള്ളത് അവിടുന്ന് കോപ്പി ചെയ്ത് നമ്മളുടെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. സംഭവം നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്താലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. അപ്പം നമ്മൾ ഇനി നമുക്ക് നമ്മളുടെ സെർവർ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി അഡ്മിൻ പേജിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ അഡ്മിൻ പേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് ജോയൽ തോമസ്, ടൈറ്റിൽ ജാങ്കോ കൊടുക്കാം. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ജാങ്കോ. കണ്ടന്റ് നമ്മൾ മുമ്പേ പേസ്റ്റ് ചെയ്തു. ഇതിനെ നമുക്ക് 2-3 വട്ടം പേസ്റ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മളുടെ കണ്ടന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഇമേജും കൂടെ പാസ് ചെയ്യാം. അത് കഴിഞ്ഞ് സേവ് ചെയ്തപ്പോൾ നമുക്കിവിടെ നമ്മളുടെ ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കണ്ടന്റ് ഒക്കെ വെച്ച് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്ന കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് തോന്നും. നമ്മൾ നാളെ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ CK എഡിറ്റർ എന്ന് പറയുന്ന ഒരു എഡിറ്ററിനെ നമ്മൾ ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മളുടെ ബോൾഡ് ആക്കാം. പിന്നെ ഇമേജസ് ഇതിനകത്ത് കണ്ടന്റിനകത്ത് തന്നെ കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വറീഡ് ആവണ്ട. നമ്മൾ അടുത്ത ദിവസം തന്നെ CK എഡിറ്ററിനെ ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ പേര് കിട്ടിയാൽ മതി. ഇങ്ങനെ ബ്ലോഗ് ഒബ്ജക്റ്റ് 1 എന്ന് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ മോഡൽസ് ഫയലിലോട്ട് വരിക. അവിടെ നമ്മൾ താഴോട്ട് വന്നിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, സ്ട്രിംഗ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സൂപ്പർ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെൽഫ് ഡോട്ട് ടൈറ്റിൽ കൊടുക്കുക, ടൈറ്റിൽ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പം ജാങ്കോ എന്ന് കാണിക്കും. നിങ്ങൾ ഇതും വറീഡ് ആവേണ്ട. നമ്മൾ എന്ത് പ്രോജക്റ്റ് ചെയ്താലും ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്യുന്നത്, നമുക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ ടൈറ്റിൽ കിട്ടാൻ, ഇപ്പം നമുക്ക് നെയിം വേണമെങ്കിൽ നമ്മളിവിടെ നെയിം എന്ന് പറഞ്ഞു ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ജോയൽ തോമസ് വന്ന് നമുക്ക് ഇവിടെ ടൈറ്റിൽ മതി. ഇപ്പം നമ്മളുടെ പ്രോജക്റ്റിനകത്ത് നിങ്ങൾ ഈ മീഡിയ URLൻ്റെ കാര്യവും സ്റ്റാറ്റിക് ഫയൽസിൻ്റെ കാര്യവും പിന്നെ ഈ നമ്മളുടെ ഈ STR ഫംഗ്ഷൻ എഴുതിയ കാര്യവും അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. കാരണം നമുക്ക് എവിടെ നമ്മൾ എപ്പോൾ പ്രോജക്റ്റ് ചെയ്താലും ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്.
നമ്മൾ അതിനകത്ത് വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മൾ അതിൽ ഓവർ ലോജിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.